അവിടെ ഈ ചെറിയൊരു തോടിൽ അതിന് കുറുകെ വലിച്ചു കെട്ടിയ ഒരു കമ്പി കാണാം. ആ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ ഒരു കുട്ടി മരിച്ചത്. 2 പേർക്ക് ഷോക്കേൽക്കുന്ന ആ സ്ഥലം പോലീസ് ഇപ്പോൾ സീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ KSCB അധികൃതർ അവിടെ എത്തി അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് അവിടെ നിന്ന് മടങ്ങി എന്നാണ് നാട്ടുകാർ അറിയിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഇത് കണ്ടിട്ട് അത് ഈ വന്യമൃഗങ്ങളെ ആ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഷോക്ക് ഏൽപ്പിക്കാനുള്ള കെണി എന്നുള്ള രീതിയിൽ കാണാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് അനധികൃത ഫെൻസിങ് ആയിരുന്നു അത്. മറ്റ് ലക്ഷ്യത്തോടെ ഈ കാട്ടുപന്നിയെ കെണിയിൽ വീഴ്ത്തി ഇറച്ചിയെടുക്കാൻ വേണ്ടിയുള്ള എന്നുള്ള തരത്തിൽ ഉള്ള ഒരു പ്രതികരണം നമ്മൾ അവിടെ നിന്ന് കേട്ടിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. KSCB അക്കാര്യത്തിൽ ഔദ്യോഗികമായി വ്യക്തത വരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ കെണി അവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിലൊക്കെ അത് അനധികൃതമായിരുന്നോ എന്ന് വ്യക്തമാക്കേണ്ടത് KSCB ആണ്. ആ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും നാട്ടുകാർ ആ മേഖലയിൽ വലിയ പ്രതിഷേധത്തിലാണ്. ആ കുട്ടി ഷോക്കേറ്റ സ്ഥലം അത് പോലീസുകാർ സീൽ ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആ മേഖല അവിടെ കാര്യം കടക്കാതിരിക്കാൻ വേണ്ടി ആവശ്യമായ തെളിവ് ശേഖരണത്തിനും മറ്റുമായി പോലീസ് ഇപ്പോൾ ആ മേഖല സീൽ ചെയ്യുകയാണ്. ആ കാണുന്ന തോട്ടിൽ കുളിക്കാനാണ് കുട്ടികൾ എത്തിയത്. മരിച്ചത് 10ാം ക്ലാസ്സുകാരനാണ്. അനന്തുവിൻ്റെ സുഹൃത്തുക്കളും ഒപ്പം ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് ഷോക്കേറ്റിട്ടുണ്ട്. നിലവിൽ അവരുടെ ആരോഗ്യനില കുഴപ്പമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ ഷോക്കേറ്റ് ചികിത്സയിലാണ്. അതിനുശേഷമാണ് പോലീസ് സംഘം അവിടേക്ക് എത്തിയത്. ആ സ്ഥലം ഇപ്പോൾ അവർ സീൽ ചെയ്യുന്നത്. സുഹൈൽ മുഹമ്മദ് ഇപ്പോൾ ചേരുന്നുണ്ട്. സുഹൈൽ, ആ മേഖല, ആ സ്ഥലം അതിപ്പോൾ പോലീസ് സീൽ ചെയ്യുകയാണല്ലോ സുഹൈൽ. ഉന്മേഷ്, ഈ സംഭവം നടന്ന ഈ ഒരു പെരിമീറ്റർ ഏരിയ ഇപ്പോൾ പോലീസുകാർ സീൽ ചെയ്യാൻ എൻക്ലോസ് ചെയ്യുകയാണ്. കാരണം ഇത് ഇപ്പോൾ നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന് നടക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പന്നിക്കണിയാണെന്ന് പറയുന്നു. അനുമതിയില്ലാതെ ഈ വൈദ്യുതി വേലിയിൽ നിന്ന് വലിച്ച പന്നിക്കൊരുക്കിയ കെണിയിൽ ഒരു ജീവൻ പൊലിയുമ്പോൾ സ്വാഭാവികമായും നിയമ നടപടികളും കേസുകളും എഫ്ഐആറും അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം. അതിന് മുന്നോടിയായി തെളിവുകളൊന്നും നശിക്കാതിരിക്കാനും ഈ സ്ഥലം മറ്റു പ്രവേശനം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രാഥമികമായി എല്ലാ കേസുകളിലും ഉണ്ടാകുന്ന പോലെ തന്നെ പ്രാഥമിക നടപടിക്രമങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഈ പറയുന്ന ഒരു ചെറു ഏരിയ ഈ അപകടം നടന്ന ഒരു പെരിമീറ്റർ അവർ ഇതുപോലെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ എൻക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പന്നിയെ കെണി വെക്കാനായി സ്ഥാപിച്ച ഒരു കമ്പി വേലി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നൽകിയ ദൃശ്യങ്ങളടക്കം നമുക്കിത് വ്യക്തമാണ്. വളരെ ഈ പറയുന്ന നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലൂടെ ഈ വൈദ്യുതി കമ്പി പെട്ടെന്ന് ദൃശ്യമാകാത്ത രീതിയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അതായത് ആർക്കും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാനാകില്ല. ഇത് തന്നെയാണ് ഈ അപകടത്തിന് വഴിവെച്ചത്. ഈ അനന്തു എന്ന് പറയുന്ന കുട്ടി ഇതിൽ ചവിട്ടുകയും നേരെ വെള്ളത്തിലേക്ക് വീഴുകയാണ് ചെയ്തത്. ഈ ലൈൻ കിടന്നത് വെള്ളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യുതി പ്രവാഹം വെള്ളത്തിലേക്കും പോയി. അതുകൊണ്ട് തന്നെ തൊട്ട് പിറകെ രക്ഷിക്കാൻ ശ്രമിച്ച 2 കൂട്ടുകാർക്കാണ് സമാനമായ രീതിയിൽ ഷോക്കേറ്റത്. ഭാഗ്യത്തിന് അവർ രക്ഷപ്പെടുകയായിരുന്നു. ഉന്മേഷ്, നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഈ പറയുന്നത് പോലെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഫെൻസിങ് കൊണ്ടുപോയതാണോ, പന്നിക്കെണിക്കായി സ്ഥാപിച്ചതെങ്കിൽ ആര്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അതായത് ചെറിയ നേട്ടത്തിന് വേണ്ടി സ്ഥാപിച്ച, അനധികൃതമായി ഒരു അനുമതിയും തേടാതെ സ്ഥാപിച്ച ഒരു പന്നിക്കിടയിൽ കുരുങ്ങിയ ഒരു 15-കാരന് ജീവൻ നഷ്ടപ്പെട്ട ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഈ സ്ഥലം എൻക്ലോസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്നടക്കമുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ എഫ്ഐആർ അടക്കം എടുത്തുകൊണ്ട് കേസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉന്മേഷ്, ഇപ്പോൾ സുഹൈൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ദിലീപ് കുമാർ കൂടി അല്പസമയത്തിനകം അവിടെ നിന്ന് ചേരും. മറുഭാഗത്ത് പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടയിൽ ഒരു പ്രവർത്തകൻ അവിടെ കുടഞ്ഞ് വീണിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ വെള്ളം നൽകിയിട്ടുണ്ട്. പോലീസ് ജീപ്പിൽ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പ്രവർത്തകരുമായി പോകുന്ന ആ വാഹനം ഇപ്പോഴും തടഞ്ഞിട്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അവിടെ നിന്ന് അവർ നീങ്ങാൻ കൂട്ടാക്കുന്നില്ല. ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പോലീസ് ബലപ്രയോഗത്തിനിടെ ഒരു പ്രവർത്തകൻ കുഴഞ്ഞു വീണതാണ്.